ഹലോ ഗായ്സ്, അപ്പം ഞാനും അലീനയും ഞങ്ങളുടെ ഫ്രണ്ടായ സഹോൻ്റെ ഉമ്മാൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോകട്ടോ. അലീന ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സ്ട്രൈറ്റനിങ് ക്രീം വാങ്ങാൻ ഞങ്ങൾ നേരെ റോയിലേക്കാട്ടോ പോണേ. ഞങ്ങൾ മൂഞ്ചി റോയിൽ അടച്ചിരിക്കുകയാണ്. പിന്നെ ആ ഒരു വിശ്വാസം എന്താ വെച്ചാൽ കോസ്മെറ്റിക്സ് ഒന്നും എന്തായാലും ഉണ്ടാവുന്ന ഭാഗ്യത്തിന് അത് തുറന്നിക്കണ്. അത് ദിവസം എന്തായാലും മൂഞ്ചിട്ടില്ല. ഏത് പ്രൊഡക്റ്റാണ് വാങ്ങണമെന്ന് എനിക്കറിയാം കേട്ടോ. എനിക്ക് പിന്നെ അലീനപ്പം നിന്നാൽ മതി, കാരണം എനിക്കൊന്നും അറിയില്ല. അവളിപ്പം കൂട്ടിന് നിൽക്കുക, അതാണ് എനിക്കുള്ള പണി. നെക്സ്റ്റ് കയറിയപ്പോൾ എൻ്റെ ഒരു ജൂനിയർ കേട്ടോ. പിന്നെ കണ്ണാടി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വരില്ല. ഗേൾസിൻ്റെ ഒട്ടുമിക്കവരും ഇങ്ങനെ തന്നെയല്ലേ? അല്ലല്ല, ഗേൾസ് മാത്രമല്ല, ബോയ്സും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഫൈനലി ക്യാഷ് അടച്ച് സാധനം വാങ്ങി ഞങ്ങൾ പോകുന്നത്. അവസാനം ഞങ്ങൾക്ക് കിട്ടി. കുറച്ച് ഞങ്ങൾ മൂഞ്ചെങ്കിലും എനിക്ക് കിട്ടി. ഞങ്ങൾ ബസ് ഇറങ്ങിയ ഷഹറിൻ്റെ ഉമ്മ ഞങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങി കാത്തിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോയ്ക്ക് കേട്ടോ പോയെ. ഉമ്മ ഭയങ്കര വൈബാണ് ഗൈസ്. അപ്പം ഞങ്ങൾ സഹോൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഞങ്ങൾക്ക് ജിമ്മത്തിനെ കാണാം. ജിമ്മത്തി പോണ്. ഞങ്ങളിവിടെ എപ്പോൾ എത്തിയാലും ഉമ്മാൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക്. ഉമ്മ ഭയങ്കര കുക്കിംഗ് കാര്യമാണ്. അലിയുടെ പാട്ട് കേട്ട് ഞങ്ങൾ സഹോദരനോട് ഫുഡ് വിളമ്പിച്ചിട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഗായ്സ്. ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം സന്തോഷിക്കണം സങ്കടിക്കണം എന്നറിയില്ല, കാരണം മുടി മുറിക്കുകയാണ്. ഉമ്മക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എത്ര അവിടെ മുറിക്കുന്നു വിചാരിച്ച് നിൽക്കാട്ടോ ഉമ്മ. അങ്ങനെ ഫൈനലി അലീന ഉമ്മാൻ്റെ മുടി മുറിച്ചു കേട്ടോ. ഉമ്മക്ക് ചിരിച്ച് നിൽക്കാൻ വയ്യ. എത്ര മുടി മുറിച്ച് നോക്ക് ഗായ്സ്. ഉമ്മ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഇടയ്ക്ക് ഞാനും അലീനെ പോയി ഹെൽപ്പ് ചെയ്യും കേട്ടോ, ഓരോ പാർട്ടീഷനൊക്കെ എടുത്തു കൊടുക്കാൻ. അങ്ങനെ അലീനയുടെ പണി അലീന സ്റ്റാർട്ടാക്കി. ഞങ്ങൾക്ക് പിന്നെ വെറുതെ കുത്തിരുന്നാൽ മതി. ക്രീം വയ്ക്കുന്ന പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പായസം ഉണ്ടാക്കണ്ട. പായസം ഇന്നത്തെ വൈകുന്നേരം സ്പെഷ്യൽ അതാണേ. ഞങ്ങൾ പാലാങ്ങ പോലെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നേരെ അലീന പിന്നെയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പണി. പായസം കുടിക്കാൻ നേരം കേട്ടോ മാമ വിളിച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു. അവരൊരു വർഷം കേട്ടിട്ടുണ്ടോ കാണുന്നത്. അവൻ നാട്ടിലേക്ക് എന്താ അത്തമേനെ കൊണ്ടോ ഞങ്ങൾ നടക്കുക. എല്ലാവർക്കും സ്പെഷ്യലല്ലേ ഒരു മ്യാമൻ. ഞങ്ങൾ മാമൻ മകൾ ബന്ധമല്ല, അച്ഛൻ മകൾ ബന്ധമാണ് ഗൈസ്. ഇരട്ടപ്പേരുകളൊക്കെ ഉണ്ട്. ഇത് കറുത്ത മാമ, ഞാൻ കറുത്ത കുട്ടി. ഞങ്ങൾ ഭയങ്കര ദോസ്തുക്കളാണ്. അങ്ങനെ മാമനെ വീട്ടിലേക്ക് എത്തിയിട്ടോ. എന്ത് വീട്ടിൽ ബൈ.